ഹലോ എവ്രി വൺ. ഇന്നൊരു ഫ്രൈ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചിക്കൻ ഫ്രൈ, ഒരു സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ. നമ്മളെപ്പോഴും സെയിം രീതിയിലാക്കുമ്പോൾ ഒരു മടുപ്പ് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുള്ളത്. ഒരു പുതിയ മോഡലായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് നോക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത് ചതച്ചതും ഒക്കെ ഗ്രൈൻഡാക്കിയിട്ട് ഒന്ന് വെളുത്തുള്ളി ഇതിൽ അധികം ചേർക്കുന്നുണ്ട്. ഈ ഫ്രൈ റെസിപ്പിയിൽ എന്ന് പറയുമ്പോൾ ഞാൻ വെളുത്തുള്ളി കുറച്ചധികം ഇട്ടിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇത് കുറച്ച് വേറെ രീതിയിൽ ഞാൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഇങ്ങനെ മിക്സാക്കി കൊടുത്തിട്ട് നല്ലോണം ഉപ്പും ഒക്കെ നല്ല രീതിയിൽ പിടിപ്പിക്കുക കോഴിയുമായിട്ട്. ഇതിൽ ചെറിയ കഷ്ണമായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വലിയ കഷ്ണം കോഴിയാണെങ്കിൽ അത് ഫ്രൈ ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് കുറച്ച് സമയം മാരിനേറ്റ് ആക്കി വെക്കുക. അപ്പോൾ നമ്മൾ ഔട്ടർ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പൊടി, എന്ന് വെച്ചാൽ മൈദ, കോൺഫ്ലവറും ഉപ്പും കുറച്ച് മുളക് പൊടിയും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു കോട്ടിങ്ങാണിത്. അപ്പോൾ ഇത് ഉപ്പ് കുറച്ചൊന്ന് നോക്കിയിട്ട് ഇട്ടാൽ മതി, നിങ്ങളുടെ ആവശ്യമനുസരിച്ചിട്ട്. ചില്ലി ഫ്ലേക്സാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത്. ചില്ലി ഫ്ലേക്സ് നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ജസ്റ്റ് ചുവന്ന മുളക് ഒന്ന് ഗ്രൈൻഡറിലിട്ട് പൊടിച്ചാൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഉപ്പും ആ ഫ്ലേക്സും ഒക്കെ നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇത് നല്ല കൂട്ടിയിട്ട് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതിലേക്കും ഞാൻ ചില്ലി ഫ്ലേക്സ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മാരിനേറ്റ് ആക്കി വെച്ചതിന് ശേഷം അതിലേക്ക് ഗരം മസാലപ്പൊടി, ജീരകപ്പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നല്ല അടിപൊളി ടേസ്റ്റായിട്ട് കിട്ടും. ഇതിൽ പിന്നെ നന്ന സ്പൈസി അല്ല, വേറൊരു ഇപ്പോൾ പൊതുവേ ഞങ്ങൾ ഫ്രൈയിലാക്കുമ്പോൾ കുറച്ച് നല്ലോണം തന്നെ മുളക് പൊടിയൊക്കെ ഇടും. പക്ഷേ ഇതിലേക്ക് ലൈറ്റായിട്ടുള്ള ഒരു മുളക് പൊടി ഇടുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. പിന്നെ ഇത് നേരത്തെ ആക്കി വെച്ച മൈദൻ്റെ കോട്ടിങ് ഉണ്ടല്ലോ, അത് നല്ലോണം പിടിപ്പിച്ച് കൊടുക്കുക. നല്ല മിക്സ് ആക്കിയിട്ട് മൈദ കോത്ത് കുറച്ച് നല്ല സ്പൈസസ് ഒക്കെ ഇട്ടുണ്ട്. അതും ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. എല്ലാം കൂടിയിട്ട് നല്ല സൈഡാക്കി വെക്കുക. ഇനി എണ്ണ ചൂടാക്കിയിട്ട് ഇത് ഞങ്ങൾ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇത് ചൂടോടെ കഴിക്കുമ്പോൾ അതിന് ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ഞാനിപ്പം സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഞാൻ ഇടുന്നത് ശ്രദ്ധിച്ചിട്ടില്ല, എല്ലാം ഒന്നിച്ചിട്ടല്ല, ഇങ്ങനെ സ്പേസ് വിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ ഇത് പെട്ടെന്നാവും. കാരണം ഞങ്ങൾ ആദ്യം മാരിനേറ്റ് ആക്കി വെച്ചുകൊണ്ട് നല്ല സോഫ്റ്റ് ജ്യൂസി ആയിട്ടുള്ള ചിക്കനായിട്ട് കിട്ടും. അപ്പോൾ ഇത് നല്ല ശരിക്കും KFCൻ്റെ അതേ സ്റ്റൈലിലാണ് ഇത് വരുന്നത്. അപ്പോൾ നല്ല ഫ്രൈ ആയി വരുമ്പം ഇത് പെട്ടെന്ന് തന്നെ ആവും. കാരണം ചെറിയ പീസായിട്ട് വേഗം കുക്കായി എടുക്കും. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഫ്രൈ ചെയ്തിട്ട് സെർവ് ചെയ്യുന്നതാണ്. അപ്പോൾ ശരിക്കും ഇത് പാർട്ടീസിനും ആരെങ്കിലും ഒരു വ്യത്യാസമായിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പാർട്ടിക്കൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ രീതിയിൽ ചെയ്ത് കൊടുക്കാം. പിന്നെ സ്പൈസ് ഇഷ്ടപ്പെടാത്ത ആൾക്ക്, അല്ലെങ്കിൽ അങ്ങനെ വീട്ടിൽ ആർക്കെങ്കിലും കൂടുതൽ സ്പൈസ് കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. ഇതിപ്പം നെയ്ച്ചോറിൻ്റെ ഒക്കെയോ ചപ്പാത്തിൻ്റെ ഒക്കെയോ നിങ്ങൾക്ക് ലൈറ്റായിട്ട് കഴിക്കണമെങ്കിലും അങ്ങനെ ആവും. ഒരു KFC സ്റ്റൈലിലാണ് ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്.